നമസ്കാരം. വേറൊരു വീഡിയോയിൽ ഞാൻ സംസാരിച്ചിരുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന്. ഇനി ഇന്നത്തെ വീഡിയോയിൽ യോഗ പ്രകാരം നമ്മളുടെ ഡയറ്റ് എന്തായിരിക്കണം എന്നതാണ് നമ്മളുടെ ടോപ്പിക്. സോ ഈ ടോപ്പിക്കിൽ മെയിനായിട്ട് ഒരു തിയറിയാണ് യോഗയിലെ ബേസിസ്, ത്രിഗുണ തിയറി. അതായത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ നോൺ ലിവിങ് ആൻഡ് ലിവിങ് സാധനങ്ങളിലും 3 ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നാണ്. സത്വ, ദ ക്വാളിറ്റി ഓഫ് പ്യൂരിറ്റി, ഫ്രഷ്നെസ്. രജസ്, ഓഫ് പാഷൻ, മൂവ്മെന്റ്, ആക്ടിവിറ്റി. പിന്നെ തമസ്, ഡാർക്ക്നെസ്, ഇഗ്നറൻസ്, അതേപോലെ ലേസിനെസ്. എന്നാൽ എല്ലാറ്റിലും ഇവയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഗുണമായിരിക്കും ഡോമിനൻ്റ് ആയിട്ട് ഇരിക്കുക. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിലും ഈ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഹിന്ദിയിൽ പറയും ജൈസ അൻ വൈസ തൻ ഓർ മൻ. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഗുണം, അതായത് ഡോമിനൻ്റ് ഗുണം എന്താണോ അത് നമ്മളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഗുണമായി തീരുന്നു. ഇനി യോഗയിൽ ഏറ്റവും റെക്കമെൻഡ് ചെയ്യുന്ന ഫുഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ സാത്വിക് ഫുഡാണ്. സോ ഇതിൽ എന്തൊക്കെയാണ്? സിമ്പിളായി പ്രാക്ടിക്കലായി പറയുകയാണെങ്കിൽ ഫ്രഷ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതേപോലെ ഹോൾ ഗ്രെയിൻസ്. നമ്മൾ കഴിക്കുന്ന ചോറായാലും ഹോൾ വീറ്റ് ആയാലും മില്ലറ്റ്സ് ആയാലും ഒക്കെ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അതുപോലെ പയറ്, പരിപ്പ്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, പിന്നെ ഈവൻ തീരപ്രദേശങ്ങളിൽ മത്സ്യം വരെ ഓക്കെ ആണെന്ന് യോഗ പറയുന്നു. ഇനി ഇതൊന്നും കുറേ മസാല പുരട്ടി ഫ്രൈ ചെയ്തല്ല കേട്ടോ, ബട്ട് മിതമായ ഓയിൽ, സോൾട്ട്, അതുപോലെ എരിവും ഒക്കെ ചേർത്താണ് ഇത് വയ്ക്കേണ്ടത്, അല്ലെങ്കിൽ വേവിച്ച്. സോ ഇത് നമ്മൾ എല്ലാ ദിവസവും കഴിക്കുമ്പോൾ ഒരു ആൽക്കലൈൻ ഡയറ്റായി മാറുന്നു. ആൽക്കലൈൻ ഡയറ്റ് സയൻറ്റിഫിക്കലി കണ്ടെത്തിയിരിക്കുന്നത് നമ്മളുടെ ഇമ്മ്യൂണിറ്റിക്കും പലതരം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് പ്രിവെൻറ്റ് ചെയ്യാനും അതേപോലെ അതിനെ മാനേജ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ്. ഇനി ഈ പറഞ്ഞ സംഗതികളൊക്കെ കൂട്ടി നല്ല അസൽ രുചിയിൽ ഉണ്ടാക്കുന്ന ഫുഡ്, അത് രാജസിക് ഫുഡാണ് എന്ന് പറയപ്പെടുന്നു. അതായത് ഈവൻ മീറ്റ് ആയാലും നമ്മൾ കഴിക്കുന്ന മാംസപലഹാരങ്ങളായാലും രാജസിക്കാണ്. എന്ന് വെച്ച് ഇത് കഴിക്കാൻ പാടില്ല എന്നാണോ? അല്ലേ അല്ല. നമ്മളുടെ ജോലി ഇപ്പോൾ ഭയങ്കര ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ജോലിയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ആളാണെന്ന് വിചാരിക്കാം. എന്നാൽ അങ്ങനത്തെ ആൾക്കാർക്ക് ഈ രാജസിക് ഫുഡ് നല്ല ആക്ടിവിറ്റിയും നല്ല എൻതൂസിയാസമൊക്കെ കൊടുക്കും. സോ അത് കാരണം അവർ രാജസിക് ഫുഡ് വീക്ക്ലി കുറച്ച് മീൽസ് എന്തായാലും കഴിച്ചിരിക്കണം. ബട്ട് നോർമൽ ഡെസ്ക് ജോബ് അല്ലെങ്കിൽ മോഡറേറ്റ് ആക്ടിവിറ്റി ലെവൽസ് ആണ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ സാത്വിക് ഡയറ്റ് ആയിരിക്കും ബെസ്റ്റ്. വല്ലപ്പോഴും രാജസിക് ഓക്കെ. ബട്ട് ഈ രാജസിക് ഡയറ്റ് തന്നെ നമ്മൾ 3 നേരവും എല്ലാ ദിവസവും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അസിഡിക് ഡയറ്റായിട്ട് മാറും. അപ്പോൾ അത് ടു മച്ച് നമ്മൾ കഴിക്കുമ്പോൾ അത് ഡെഫിനറ്റ്ലി ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൂട്ടാൻ സാധ്യത കൂടുതലാണ്. ഹാർട്ട് ഇഷ്യൂസ് ഒക്കെ കൂട്ടാൻ സാധ്യതയുണ്ട്. ഇനി താമസിക് ഫുഡ് എന്താണ്? അത് നമുക്ക് ലേസിനെസ്സും അനങ്ങാനൊരു മടിയും ഒക്കെ തരുന്ന ഒരു ഫുഡാണ്. സോ അതിലെന്തൊക്കെയാണ്? കോൾഡ് ആൻഡ് ഓൾഡ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈവൻ പാക്കറ്റ് ഫുഡായാലും ജങ്ക് ഫുഡായാലൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ, അതിൻ്റെ ബെസ്റ്റ് ബിഫോർ എന്ന് പറയുന്ന 24 months ഒക്കെ. സോ അതൊക്കെ താമസിക് ഫുഡായിട്ട് തന്നെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യേണ്ടി വരും. അതുകൂടാതെ സത്യമായിട്ട് യോഗയിൽ പറയുന്നത് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ അത് താമസിക് ഫുഡായി, അത് കഴിക്കരുതെന്ന് പറയും. പ്രാക്ടിക്കൽ അല്ല അല്ലേ? ഇന്നത്തെ കാലത്ത് 3 മണിക്കൂർ കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തീരെ പ്രാക്ടിക്കൽ അല്ല. എന്നാൽ ഇതിനൊരു പോംവഴിയായിട്ട് മസാല ലാബ് എന്ന പേജ് നടത്തുന്ന മിസ്റ്റർ ക്രിഷ് അശോക് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഇന്നത്തെ കാലത്ത് 2025-26 പ്രാക്ടിക്കലായിട്ട് ത്രിഗുണ തിയറി ഇങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ വീട്ടിൽ പാകം ചെയ്യുന്ന എന്ത് ഫുഡായാലും, അതിനിപ്പോൾ ഫ്രോസൺ കട്ട് വെജിറ്റബിൾസ് യൂസ് ചെയ്തിട്ടായാലും അതിനെ സാത്വിക്കായിട്ട് കണക്കാക്കാം. കാരണം അതിൽ പ്രിസർവേറ്റീവ്സ് ഉണ്ടാവില്ല. സോ പക്ഷെ നമ്മൾ പുറത്ത് പോയി കഴിക്കുന്ന ഫുഡ്, റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന ഫുഡ്, അത് രാജസിക്കാണ് അല്ലേ? ധാരാളം എണ്ണ, ഉപ്പ്, എരിവ്, അതേപോലെ ഫുഡ് കളറ് പലതും ഉണ്ടാവും അതിൽ. സോ അത് രാജസിക്കായിട്ട് കണക്കാക്കാം. ഇനി എനിത്തിങ് ഒരു പാക്കറ്റ് തുറന്നോ ജങ്ക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കുകയാണ്, അതുപോലെ ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്ന് കുറേ നേരമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് താമസിക്കായിട്ട് കണക്കാക്കാം. അപ്പോൾ ഒരു തമ്പ് റൂൾ എന്ന് പറയുന്നത് കഴിയുന്നതും താമസിക് ഒഴിവാക്കുക, വല്ലപ്പോഴും രാജസിക് ഫുഡ് കഴിക്കുക, മോസ്റ്റ് മീൽസ് ഹോം കുക്ക്ഡ് ആയിട്ട് തന്നെ കഴിക്കുക. സോ ഇത് നിങ്ങൾക്ക് ഈസി ആൻഡ് സിമ്പിളായിട്ട് ഫോളോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ ഹാപ്പി ഹെൽത്തി ഈറ്റിംഗ് ടു യു ഇൻ 2026.